എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കുറച്ച് ഓഫ് ടോപ്പിക്കാണ്. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ, അതുമല്ലെങ്കിൽ BGMI PUBG റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ ചെയ്തു വന്നിരുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ലവ്. അപ്പോൾ എന്താണ് ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ അതൊരു എന്താ പറയുക, ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും അവർക്ക് അത് എന്താണെന്ന് അവർക്ക് അനുഭവപ്പെടുന്നതും അവർക്ക് മറ്റുള്ളവരോട് പറയാൻ തോന്നുന്നതും ഡിഫറെൻറ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് ലവ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ഞാൻ പറയുന്നതിലൊരു അർത്ഥമില്ല. പക്ഷേ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ലവ്, അല്ലെങ്കിൽ ബീയിങ് ഇൻ ലവ്, ഫോളിങ് ഇൻ ലവ്, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു നാച്ചുറലി അങ്ങനെ ഒരു ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് നമുക്ക് ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ അത് നമുക്ക് പ്ലാൻ ചെയ്ത് എങ്ങനെ അത് നാച്ചുറലി അച്ചീവ് ചെയ്യാം. ഇതൊരു ഒരിക്കലും ഒരു 100% അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയി വരും, റിസൾട്ട് അങ്ങനെ കിട്ടും എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. സോ നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും ഇല്ലെങ്കിലും നമുക്ക് കിട്ടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മാക്സിമം വൺ ലാസ്റ്റ് ട്രൈ, അല്ലെങ്കിൽ നമ്മൾ ഏതറ്റം വരെയും പോകും, അല്ലെങ്കിൽ ഏത് വഴിയും നമ്മൾ സ്വീകരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വളരെ വളരെ നാച്ചുറലായിട്ട് നമുക്കെന്ത് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് പലർക്കും അറിയാമായിരിക്കും, എന്നാലും എൻ്റെ അറിവിൽ കുറച്ച് പേർക്ക് ഇത് അറിയില്ലാത്ത കുറച്ച് പേരുണ്ട്. അപ്പം ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഈ ഒരു ഓഫ് ടോപ്പിക് ഈ ഒരു ടോപ്പിക്കിലോട്ട് വന്നതും ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. നമുക്ക് സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. മറ്റൊന്നുമല്ല, പ്രോക്സിമിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ അഥവാ അടുപ്പം. പ്രോക്സിമിറ്റി എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുവോ അത്രയും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു മൈലേജ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആക്സിലറേഷൻ കൂടും എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോക്സിമിറ്റിയാണ്. അത് എന്താ പറയുക, ഇപ്പം നമ്മൾ ഡെയിലി എല്ലാ ദിവസവും ഇങ്ങനെ നേരിട്ട് കാണുക, നേരിട്ട് സംസാരിക്കുക, അത് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ മെസ്സേജിങ്, കോൾസ്, അപ്പോൾ അതെല്ലാം അതിൽ ഉൾപ്പെടും. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലിരിക്കുന്നവർക്ക് അവർക്ക് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. പ്രോക്സിമിറ്റി ഈസ് ദ ബേസിക്, അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നിങ്ങളിങ്ങനെ നിരന്തരം അവരെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ മെസ്സേജ് അയക്കുക, സംസാരിക്കുക, കീപ്പ് ഇൻ ടച്ച് എന്നൊക്കെ പറയുന്ന പോലെ അത് തന്നെയാണ്. കാരണം നമ്മൾ കീപ്പ് ഇൻ ടച്ചിലായിരിക്കുന്നവരെ നമ്മൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നമുക്ക്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇടയിൽ ആ ഒരു ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കും. അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ തന്നെയാണ്. നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അതിനെക്കുറിച്ച് ഒരു ഒറ്റ വരിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിലിയാരിറ്റി ടെൻസ്, അല്ലെങ്കിൽ ബ്രീഡ്സ് അഫെക്ഷൻ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു അഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് കിടക്കുക.
അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സിമിലാരിറ്റി ആണ്. സിമിലാരിറ്റി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും അത് അറിയാം, അല്ലെങ്കിൽ പറയുമ്പോൾ അത് മനസ്സിലാവും. സംഭവം വേറൊന്നുമല്ല, നമ്മൾ സിമിലർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ സിമിലർ ആണ് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മൾ ഈക്വൽ ആണ്, ബോത്ത് ഓഫ് us ആർ ഈക്വൽ, അല്ലെങ്കിൽ വി ആർ ഷെയറിങ് ഈക്വൽ സിമിലർ കൈൻഡ് ഓഫ്, വി ആർ ഗോയിങ് ത്രൂ സിമിലർ ലൈഫ്, അങ്ങനെയൊക്കെ സിമിലർ വാല്യൂസ് അല്ലെങ്കിൽ സിമിലർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് പാഷൻ, അങ്ങനെ പലവിധമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ രണ്ടുപേരും ഈക്വലാണ്, അല്ലെങ്കിൽ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം സിമിലറാണ്, ഒരുപോലെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നുന്ന ആ ഒരു സ്റ്റെപ്പ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഈ പറയുന്ന സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഈ സിമിലാരിറ്റിയിൽ വളരെ ആധികാരികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യം വേറൊന്നുമല്ല, സെയിം വേവ് ലെങ്ത്, ഡീപ്പ് ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇത് വളരെ സഹായിക്കും. സോ അത് കൂടുതൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാതെ, ഒരു റഷ് ചെയ്യാതെ ഓരോ സ്റ്റെപ്പും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദെൻ കാരണം സിമിലാരിറ്റി വളരെ നന്നായി വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അത് രണ്ടുപേർക്കും ഇടയിൽ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ സ്റ്റെപ്പ് 3, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ ഓൾറെഡി സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയതിനു ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസിപ്രോസിറ്റി. അപ്പോൾ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റെസിപ്രോസിറ്റി. അപ്പോൾ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 1-2 സ്റ്റെപ്പ് നോക്കിയതുപോലെ സിമിലാരിറ്റി, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക, ഒരു നെക്സ്റ്റ് ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം എൻ്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ വിഷമം, അപ്പോൾ ഇത് ആ ഒരാൾ കാരണം അത് ടാലിയായി പോകുന്നു, അല്ലെങ്കിൽ എനിക്കും ആ ആൾക്കും ഈക്വലായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സിമിലർ ആയിട്ടുള്ള ആ ഒരു സാഡ് ഫീലിങ്സ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാളുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറയില്ലേ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ, അപ്പം ഈ ആളിൻ്റെ ഒരു ഒരു വിഷമം, ഒരു പ്രോബ്ലം, ആ ഒരു മിസ്സിങ് ഇപ്പുറത്തെ ആൾക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് കവറപ്പായി പോകും. അപ്പോൾ അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൽ. സോ അത് ഓൾവേസ് ആ ഒരു സ്റ്റെപ്പ് നമ്മൾ വർക്കൗട്ട് ആക്കണം. എന്നാൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു യൂസ് അല്ലെങ്കിൽ എന്താ ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അതിലൂടെയാണ് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ആ ഒരു കെയർ നമ്മൾ കൂടുതലായിട്ട് അറിയുകയും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫേസാണ് ഒരു മ്യൂച്വൽ അഫെക്ഷൻ. ഇറ്റ് കംസ് അണ്ടർ മ്യൂച്വൽ അഫെക്ഷൻ ആൻഡ് ദ കണക്ഷൻ. ഈ മ്യൂച്വൽ അഫെക്ഷൻ ഫ്യൂവൽസ് കണക്ഷൻ എന്ന് പറയും. സോ ആ ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു അഫെക്ഷനുമാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ്, അതുപോലെ ഫസ്റ്റത്തെ 3 സ്റ്റെപ്പാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒരു മ്യൂച്വൽ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുന്ന, അതൊക്കെ അടുത്ത സ്റ്റെപ്പുകളിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കി, ഇത് വെറും 3 സ്റ്റെപ്പ് മാത്രമല്ല,
സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദൂരെ